ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഞാനൊരു 3 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഏകദേശം 4 ലക്ഷത്തോളം ആളുകളൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഷെഫിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇത്രത്തോളം വലുപ്പത്തിലുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 1 കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ ബീഫ്. ഇത്രയും ബീഫൊന്നും എടുക്കുന്നില്ല ബീഫ് ചില്ലിക്ക്. അപ്പോൾ നമുക്ക് വേവിച്ചെടുത്തിട്ട് ആവശ്യത്തിന് എടുക്കാം. പിന്നെ വേറെ കുറച്ച് ആവശ്യത്തിനും കൂടെ ഒന്നിച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, നമ്മൾ ബീഫ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മഞ്ഞൾ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ബീഫ് വേവാനെടുക്കുന്ന സമയം അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഓരോ ബീഫിനും ഓരോ മൂപ്പായിരിക്കും. മൂപ്പനുസരിച്ചിട്ടാണ് വേവ് വരിക. നല്ല മൂത്ത ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു 3-4 വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫാക്കിയിടുക. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ചി നോക്കിയാൽ പോരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വെന്ത് പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാവണ്ട കേട്ടോ. ഇത്രയും തന്നെ മതി. ഇനി നന്നായിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെയാണ്. അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ബീഫ് ചില്ലിക്ക്. പിന്നെ നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പൊടിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ പീസാക്കി വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏകദേശം എല്ലാതും ഒരേ വീതിയും നീളമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആ ഒരു ബീഫ് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കുറച്ച് തിന്നായിട്ട് കേട്ടോ, ഒരുപാട് തിന്നായിട്ടുമല്ല, എന്നാൽ കുറച്ച് തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ പിന്നെ മസാലകളൊക്കെ നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള അത്രയും അളവിലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടി പോവാതെ നോക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമുക്ക് കളറുണ്ടാവും അത്യാവശ്യം, എന്നാൽ കൂടുതലായിട്ട് എരിവുണ്ടാവില്ല. പിന്നെ സാധാരണ മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളറ് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ അത്യാവശ്യം തന്നെ കളറുണ്ടാവും. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇതുപോലെ ടേബിൾ സ്പൂണ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും മുളകൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഫിലേക്കുള്ള ഉപ്പൊക്കെ അതിലുണ്ടായത് കൊണ്ട് ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതിയല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കൈകൊണ്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം, പക്ഷേ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് വെന്തിട്ടുള്ള ബീഫായതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ പീസാക്കി എടുത്തിട്ടുള്ളതുമില്ല, അതുകൊണ്ട് ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പിലുള്ള മസാല ആയതുകൊണ്ട് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബീഫ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഞാനിതൊരു 2-3 പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ പീസുകൾ ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബീഫ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബീഫിൻ്റെ പുറമേ ഉള്ള മസാലയൊക്കെ ഇളകിയിട്ട് പോകും. അപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂത്ത് വരില്ല ഒരു മസാല, ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വേർപ്പെടുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബീഫ് ഒരുപാട് നേരം അങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബീഫ് ഓൾറെഡി വെന്തതാണ്. പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ഒരു മസാല ഒന്ന് മൂത്ത് വന്നാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. എണ്ണയിലിട്ട് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറിയിട്ട് വരും. കുറച്ച് സമയമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബീഫ് പൊരിച്ചെടുത്തിട്ടുള്ളത് പച്ചമുളകും കറിവേപ്പിലയും പൊരിച്ചെടുത്തിട്ടുള്ള അതേ ഒരു വെളിച്ചെണ്ണയിലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ബീഫിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.